എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഗ്യാസ് KYC ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സമയപരിധി വീണ്ടും നീട്ടിയിട്ടുണ്ട്. വീട്ടിൽ ഗ്യാസ് ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നമ്മുടെ രാജ്യത്തുള്ള ഗാർഹിക പാചക കണക്ഷൻ വീടുകളിൽ വിതരണം ചെയ്യുന്ന കണക്ഷനിൽ 30% അനധികൃതമായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെയും എണ്ണ കമ്പനികളുടെയും അനുമാനം. അതിന്റെ അടിസ്ഥാനത്തിൽ അവ കണ്ടെത്തി പുറത്താക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് KYC നടപടി 2023 ആരംഭിച്ചത്. അവസാന തീയതി പറഞ്ഞിരുന്നില്ല എങ്കിലും കഴിഞ്ഞ മാസം മുതൽ അത് പറഞ്ഞു തുടങ്ങി. അത് 2 തവണ നീട്ടി, ഇപ്പോൾ 3-ാം തവണയും നീട്ടിയിരിക്കുകയാണ്. KYC ചെയ്യാത്തവർക്ക് ചെയ്യാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 23 അതിനു മുമ്പ് അത് ചെയ്തിട്ടില്ല എങ്കിൽ അനധികൃതമായിട്ടാണ് ഗ്യാസ് കണക്ഷൻ ഉള്ളത് എന്ന് കണക്കാക്കി അവരുടെ ഗ്യാസ് കണക്ഷൻ ഒഴിവാക്കുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഡേറ്റ് മാറിയതുകൊണ്ട് വീണ്ടും പറയുകയാണ്. അതുപോലെ തന്നെ ബുക്കിംഗ് കാലാവധികളിൽ മാറ്റം വന്നിട്ടില്ല. നഗരപ്രദേശങ്ങളിൽ 25 ദിവസവും ഗ്രാമപ്രദേശങ്ങളിൽ 40 ദിവസം തന്നെ തുടരുന്നതാണ്. വിതരണത്തിന് വേണ്ടി അധിക തുക നൽകേണ്ടതില്ല. 5 കിലോമീറ്റർ ചുറ്റളവിൽ വിതരണം സൗജന്യമാണ്. അതായത് ഏജൻസിയിൽ നിന്നും 5 കിലോമീറ്റർ ചുറ്റളവിൽ വിതരണം സൗജന്യമാണ്. അതിനുശേഷമുള്ള ദൂരത്തിനാണ് തുക നൽകേണ്ടത്. 20, 30, 40, 50, 60 വരെ, മാക്സിമം 60, 65 വരെയാണ്. പക്ഷെ 100 രൂപയ്ക്ക് അധികമായിട്ട് പല സ്ഥലങ്ങളിൽ വാങ്ങുന്നുണ്ട് എന്നുള്ള പരാതിയുണ്ട്. അങ്ങനെ പരാതി ഉണ്ട് എങ്കിൽ നമുക്ക് വിളിച്ചറിയിക്കാൻ നമ്പറുണ്ട്. അത് നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും മറക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ആ നമ്പർ നൽകുകയാണ്. അത് നോക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഉജ്ജ്വൽ യോജന കണക്ഷൻ ഉള്ളവർക്ക് മാത്രമാണ് ഗ്യാസ് സബ്സിഡി ലഭിക്കുന്നത്. വർഷത്തിൽ 4 സിലിണ്ടറിനാണ്. നേരത്തെ 10 സിലിണ്ടറൊക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ വെട്ടിക്കുറച്ച് വർഷത്തിൽ ആദ്യത്തെ 4 സിലിണ്ടറിനാണ് സബ്സിഡി ലഭിക്കുന്നത്. ആദ്യം മുഴുവൻ തുക നൽകണം. അതായത് ഇപ്പോൾ 950 രൂപക്ക് മുകളിലാണ് ശരാശരി നമ്മുടെ സംസ്ഥാനത്തെ വില. അപ്പോൾ ആ ഒരു വില ആദ്യം നൽകണം എങ്കിലും പിന്നീട് 300 രൂപ അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ 960 രൂപയാണ് നൽകിയത് എങ്കിൽ 660 രൂപക്ക് അവർക്ക് ഗ്യാസ് ലഭിക്കുന്നു എന്നുള്ളത് സത്യമാണ്. അല്ലാതെ ഇല്ലാത്ത കാര്യമല്ല. സബ്സിഡി ലഭിക്കുന്നവർക്കുണ്ട്. നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത BPL വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമാണ് ഉജ്ജ്വൽ യോജന കണക്ഷന് വേണ്ടി അപേക്ഷിക്കാൻ കഴിയുക. അപേക്ഷിച്ച് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ വർഷവും ആദ്യത്തെ 4 സിലിണ്ടറിന് സബ്സിഡി 300 രൂപ വീതം ലഭിക്കുന്നതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. നിലവിൽ ഇപ്പോൾ ഗ്യാസ് കണക്ഷന് തന്നെ അപേക്ഷിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണുള്ളത്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് അതൊരു പ്രതിസന്ധിയിലായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു KYC നടപടികളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം വീണ്ടും ഗ്യാസിന് അപേക്ഷിക്കാനുള്ള ഒരു അവസരം വരും. കൃത്യമായിട്ട് എല്ലാം നിങ്ങളെ അറിയിക്കുന്നതാണ്. അങ്ങനെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ എന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ദൂരേക്കും ബൈ.